നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ നിലപാടുകളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെയുമാണ്. ഫെബ്രുവരി 25-26 തീയതികളിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ ഔദ്യോഗികമായി സന്ദർശനം നടത്തിയത്. മോദി മടങ്ങി കൃത്യം 2 ദിവസത്തിനു ശേഷം ഇസ്രായേലും US ചേർന്ന് ഇറാനുമേൽ അതിശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിൽ ഇറാൻ പരമാധികാരി അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതിനും അതിനു പിന്നാലെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്കും പിന്നാലെ ലോകം ഉറ്റുനോക്കുന്ന വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസർ എത്തിയിരിക്കുകയാണ്. മോദി മടങ്ങുന്നതുവരെ ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. മോദി മടങ്ങിയ ശേഷമുണ്ടായ അപൂർവ സാഹചര്യം മുതലെടുത്താണ് സുരക്ഷാ ക്യാബിനറ്റ് ആക്രമണത്തിന് അനുമതി നൽകിയത്. മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചകളിൽ പ്രാദേശിക സുരക്ഷയും വികസനവും പ്രധാന വിഷയമായിരുന്നെങ്കിലും ഇറാനു മേലുള്ള ഇത്തരമൊരു വൻകിട ആക്രമണത്തെക്കുറിച്ച് അന്ന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ലെന്ന് റൂവൻ അസർ ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി മോദി മടങ്ങി 2 ദിവസത്തിനു ശേഷമാണ് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയത്. ഫെബ്രുവരി 28-നാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് US-ഉം ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന് ഇസ്രായേലും വിശേഷിപ്പിച്ച ആക്രമണം നടന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഈ നീക്കം. ടെഹ്റാനിലെ അതീവ സുരക്ഷയായ കോമ്പൗണ്ടിൽ വെച്ച് ഖമേനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തി. ഖമേനിയുടെ ഭാര്യ, മകൾ, മരുമകൻ, പേരക്കുട്ടി എന്നിവരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പുനരാരംഭിച്ചുവെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഈ പ്രത്യാക്രമണം നടത്തിയത്. കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി വർഷങ്ങളായി നടത്തിയ തയ്യാറെടുപ്പുകളുടെ ഫലമാണ് ഈ കൃത്യമെന്ന് അസർ പറഞ്ഞു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ F-35 യുദ്ധവിമാനങ്ങളും ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രഹാം ഉടമ്പടി വഴിയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സഹകരണവും US-ഇസ്രായേൽ കമാൻഡുമായുള്ള ഏകോപനവും ഈ ആക്രമണം വിജയകരമാക്കാൻ സഹായിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലുമായി ഇന്ത്യക്ക് ആഴത്തിലുള്ള പ്രതിരോധ ബന്ധമാണ് ഉള്ളത്. എന്നാൽ യുദ്ധം സംബന്ധിച്ച രഹസ്യങ്ങൾ ഇന്ത്യയുമായി പങ്കുവച്ചു എന്നതിന് ഔദ്യോഗികമായ തെളിവുകൾ ഒന്നുമില്ല. ഭീകരവാദത്തിനെതിരായുള്ള പോരാട്ടത്തിലും പ്രതിരോധ സാങ്കേതിക വിദ്യയിലും സഹകരിക്കാനാണ് ഇന്ത്യയും ഇസ്രായേലും ശ്രമിച്ചിരുന്നത്. ലോകത്തിലെ പ്രധാന ശക്തിയായി ഇന്ത്യ മാറുമെന്ന പശ്ചാത്തലത്തിൽ മോദിയുടെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിലയുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധസമയത്ത് ഇത് യുദ്ധത്തിനുള്ള കാലമല്ല എന്ന് മോദി പറഞ്ഞത് ലോകശ്രദ്ധ നേടിയതാണ്. അതേപോലെ പശ്ചിമേഷ്യയിലും സമാധാനം കൊണ്ടുവരാൻ മോദി ഇടപെടണമെന്ന് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ഈ യുദ്ധത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് യുദ്ധം മൂലം ലോകത്തിനുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം കുറയ്ക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമാണ് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.